കോൺഗ്രസിനെ മുടിപ്പിക്കുവാൻ ചെന്നിത്തലയും വേണുഗോപാലും. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മിടുക്കരായ യുവനേതാക്കളെ കുതിരകളാക്കി തേർതെളിച്ച് കേരളത്തിൽ UDF ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് അട്ടിമറിക്കുവാൻ ഇതാ രണ്ട് മുതുക്ക് കാളകൾ രംഗത്ത്. കേരളത്തിൽ തുടർച്ചയായി 2 തവണ UDF ഗാലറിയിൽ ചൊറിയും കുത്തി കാണികളായിരിക്കേണ്ടുന്ന ഗതികേടുണ്ടാക്കിയ, ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ അകാല മരണത്തിനും ഇടയാക്കിയ കുലംകുത്തി രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയെ നശിപ്പിക്കുന്ന, ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുരടിപ്പിന് കാരണവുമായ മരവാഴ KC വേണുഗോപാലും പിണറായി വിജയന് മൂന്നാമതും ഒരു അവസരം കൂടി നൽകുവാനുള്ള കളമൊരുക്കുവാൻ കിണഞ്ഞ് പണികൾ ആരംഭിച്ചു. കുഴിത്തുരുമ്പിന്റെ ആശാനായ രമേശ് ചെന്നിത്തലയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിൽ യാതൊരു പദവിയും നൽകാതെ, കേരളത്തിൽ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ കൊണ്ട് തലയ്ക്കൊഴിഞ്ഞ് കളയുകയായിരുന്നു. രമേശിന് ചുമതല നൽകിയ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത ഗതികേടിലാക്കി നാണംകെട്ട തോൽവിക്ക് അധ്യക്ഷത വഹിച്ച ചെന്നിത്തലയുടെ ശല്യമിനിയും ഉണ്ടാകില്ല, രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്നും എല്ലാവരും കരുതിയെങ്കിലും രമേശ് ചെന്നിത്തല ഇതാ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ്. PR ഏജൻസികളെ വെച്ച് പണികളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശന്റെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, നിശിതമായി അവയെ ഞങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വരവോടെ കോൺഗ്രസിലെ വ്യവസ്ഥാപിത ഗ്രൂപ്പുകൾ ഒരു പരിധിവരെ ഇല്ലാതായിരുന്നു. വി ഡി സതീശൻ ഒരു യുവനിരയെ സജ്ജമാക്കി കൊണ്ടുവരുന്നതിൽ ജനങ്ങളും സന്തുഷ്ടരായിരുന്നു. ആ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും UDFന് മിന്നും വിജയം നൽകിയത്. ഈ സാധ്യതയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേര മോഹികളായ ചില മുതുകാളകൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം, ഉപതെരഞ്ഞെടുപ്പിലെ പ്രത്യേകിച്ച് പാലക്കാട്ടെ വിജയം, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് ശതമാനം ഉയർത്താനായത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ, എന്തിന് കലാലയ തെരഞ്ഞെടുപ്പുകളിൽ പോലും KSUവിനുണ്ടായ തിരിച്ചുവരവ് വരെ എല്ലാം വി ഡി സതീശന് ജനങ്ങളുടെ ഇടയിൽ മികച്ച ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, പാർട്ടിയിലും ഒരു നിർണായക പദവിയിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി. പാലക്കാട് വി ഡി സതീശന് ഉറപ്പായും പണി കിട്ടും, അപ്പോൾ കുത്തിത്തിരിപ്പ് തുടങ്ങാം എന്നോർത്തിരുന്നവരിൽ പ്രധാനിയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ പാലക്കാട് തകർത്തുവാരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാണ്ടിയുമ്മൻ മുറുമുറുപ്പുമായി കളത്തിലിറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ പ്രസ്താവനകളിലൂടെ ചാണ്ടിയുമ്മൻ സ്വയം ചെറുതാകുകയായിരുന്നു. എന്നാൽ പാലക്കാട് ഒരു തോൽവി സംഭവിച്ചിരുന്നു എങ്കിൽ ചാണ്ടിയുമ്മന് ഇത് പറയാമായിരുന്നു, ഞങ്ങളെപ്പോലെയുള്ളവരെ മാറ്റി നിർത്തിയതിൻ്റെ ഫലമാണ് ഇതെന്ന്. എന്നാൽ ചാണ്ടിയുമ്മന്റെ അസാന്നിധ്യം തോന്നിയത് മറ്റാർക്കുമായിരുന്നില്ല, ചാണ്ടിയുമ്മന് മാത്രമായിരുന്നു. അനവസരത്തിൽ അത് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ചാണ്ടിയുമ്മന് പാലക്കാട്ട് അവസരം കൊടുക്കാഞ്ഞിട്ട് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചോ? അഥവാ കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. ചേലക്കരയിൽ എന്തുകൊണ്ട് ചാണ്ടിയുമ്മന് പോകുവാൻ താല്പര്യം തോന്നിയില്ല, അയക്കാതിരുന്നതിൽ പരാതി പറഞ്ഞില്ല? ചാണ്ടിയുമ്മനെ കൊണ്ട് ഈ ചുടുചോറ് വാരിച്ചത് ചെന്നിത്തലയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ പിതാവ് രണ്ടാമതും മുഖ്യമന്ത്രി സ്ഥാനത്തെത്തും എന്ന് മനസ്സിലാക്കി സ്വന്തം അപ്പനെ കൊടുക്കുവാൻ കൂടെ നിന്ന് കളമൊരുക്കിയ ഒരു മഹാ തീവട്ടിയുടെ കയ്യിലെ വെറും ചട്ടുകമായി പോയി ചാണ്ടിയുമ്മൻ. ഇത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം പോലുമില്ലാതെ പോയി ചാണ്ടിയുമ്മന് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അപ്പനെ ഇല്ലാതാക്കിയ, കുടുംബത്തെ നാണം കെടുത്തിയ വിജയനെ വിളിച്ച് 1-ാം ചരമവാർഷികം ഉദ്ഘാടിച്ചതിൻ്റെ കനൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല എന്നോർക്കണം. ഇപ്പോഴും മുഖ്യമന്ത്രി കസേര മോഹിക്കുന്ന UDFിലെ ഒരു താപ്പാനയാണ് രമേശ് ചെന്നിത്തല. നിലവിലെ സ്ഥിതി വെച്ച് വി ഡി സതീശൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചിന്തയാണ് രമേശ് ചെന്നിത്തലയെ ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക്, ഇത്തരം പ്രസ്താവനകൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തല ലക്ഷ്യം വെക്കുന്നത് വി ഡി സതീശനെയാണ് എന്ന് ചാണ്ടിയുമ്മനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയി. ആവശ്യമില്ലാതെ പ്രതിപക്ഷത്തിനൊരു കത്തി കൊടുത്തു കുത്തുവാൻ. UDF ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന തോന്നലുളവാക്കി മിന്നും വിജയം കരസ്ഥമാക്കി UDF നിൽക്കുമ്പോഴാണ് അനവസരത്തിൽ പാർട്ടിയുടെ കടക്കൽ കോടാലി വെക്കുന്ന പ്രസ്താവന ചാണ്ടിയുമ്മൻ നടത്തിയത്.
അവസരം കാത്തുനിന്ന ചെന്നിത്തല അതിൽ കയറി തൂങ്ങുകയും ചെയ്തു. ആളിക്കത്തിക്കുവാൻ ഇപ്പോൾ നോക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിന് പിണറായിയെ ഉദ്ഘാടകനായി വിളിച്ചത് മുതൽ ചാണ്ടിയുടെ കണ്ടകശനി തുടങ്ങിയിരുന്നു. കൂടെ ആത്മാർത്ഥമായി നിന്ന കോൺഗ്രസ്സുകാർക്ക് തന്നെ ചാണ്ടി ഉമ്മന് കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിത്തുടങ്ങി. പിതാവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവി എടുത്തു കളഞ്ഞത് മുതൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഇപ്പോൾ ഇതാ മലയാളികൾ ഒന്നടങ്കം വെറുക്കുന്ന നിലമ്പൂർ മോരിയെ കോൺഗ്രസിൽ തിരികെ കൊണ്ടുവരുവാനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു. KC വേണുഗോപാൽ മോരിയുമായി ചർച്ച നടത്തിയെന്നുമാണ് വിവരം. കോൺഗ്രസ് പ്രവേശനം ലക്ഷ്യമാക്കി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിലപേശാൻ ഇറങ്ങിയ നിലമ്പൂർ മോരിക്ക് ഒരു ചാവാലിപ്പട്ടിയുടെ വില പോലും VD സതീശൻ അന്ന് നൽകിയില്ല. നല്ല നട്ടല്ലോടെ കോൺഗ്രസിന്റെ അഭിമാനം അദ്ദേഹം കാത്തു. മികച്ച വിജയം നേടുകയും ചെയ്തു. ഇതുപോലും കണക്കിലെടുക്കാതെയാണ് VD സതീശനോട് പോലും ആലോചിക്കാതെയാണ് എടുക്കാച്ചരക്കായ നിലമ്പൂർ മോരിയെ ചുമക്കുവാൻ KC വേണുഗോപാൽ പോയത്. ഇവന്മാർ രണ്ടുപേരും, വേണുഗോപാലും ചെന്നിത്തലയും, കോൺഗ്രസിന്റെ നിലവിലെ ശാപമെന്ന് പറയേണ്ടി വരും. തോമ തിരുതമീൻ കൊണ്ടാണ് ഹൈക്കമാൻഡിനെ വീഴ്ത്തിയതെങ്കിൽ KC രാഹുലിനെ വീഴ്ത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പല മുതിർന്ന മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കഥകളെല്ലാം ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ രണ്ട് വൃത്തികെട്ടവന്മാരും ചേർന്ന് UDFന്റെ എല്ലാ സാധ്യതകളും തകർക്കുവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ KC വേണുഗോപാലിനെ കേരളത്തിൽ കാലുതുടിപ്പിക്കാതിരിക്കുക, രമേശ് ചെന്നിത്തലയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക, K സുധാകരനെ KPCC പ്രസിഡന്റായി തന്നെ തുടരുവാൻ അനുവദിക്കുക, ചെറുപ്പക്കാരായ മികച്ച നേതാക്കന്മാർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങൾ നൽകി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവരോട് ആവശ്യപ്പെടുക. രമേശ് ചെന്നിത്തല ഇവിടെ നിന്നാൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി കുളമാക്കും എന്നതുകൊണ്ട് അദ്ദേഹത്തെ വല്ലോ ഹിമാചൽ പ്രദേശിലേക്കോ വല്ലതും കയറ്റി അയക്കുക. ചാണ്ടിയുമ്മന്റെ വില ചാണ്ടി തന്നെ കളഞ്ഞതിനാൽ ഇനി പുതുപ്പള്ളിയിൽ പോലും രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അച്ചു ഉമ്മനുള്ള സാധ്യത ചാണ്ടി ഉമ്മനായി ഉണ്ടാക്കിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.